കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ കുടുംബമായി മധുരയ്ക്കടുത്ത് കമ്പം തേനിയ ഭാഗത്ത് ഒരു മുന്തിരിത്തോട്ടത്തിൽ വരുവാൻ തക്കവണ്ണം കർത്താവ് അവസരം ഒരുക്കി തന്നു. അവിടെ പലവിധമായ രീതിയിൽ മുന്തിരിങ്ങകൾ കായ്ച്ചു നിൽക്കുന്നു. നന്നായിട്ട് വിളവെടുക്കാൻ പരുവായ മുന്തിരിങ്ങകൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ പുറകിൽ പകുതി പഴുത്തും പകുതി അതിൻ്റെ വിളഞ്ഞു വരുന്നു. അപ്പോൾ തന്നെ തൊട്ടപ്പുറ ഭാഗത്ത് അത് വിളഞ്ഞു വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രാരംഭ ഘട്ടങ്ങളിലേക്ക് നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണുവാനിടയാക്കി. കർത്താവിൻ്റെ വചനത്തിൽ കൂടെ ഒരു ചിന്ത നിങ്ങളുടെ മേൽ ഞാൻ പ്രകാശിപ്പിക്കുവാൻ കർത്താവ് നാമത്തിൽ ശരണപ്പെടുന്നു. തോട്ടം നനയ്പ്പാൻ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ തോട്ടം നനയ്പ്പാൻ ഒരു നദി ഏതെന്ന് പുറപ്പെട്ടു. അതവിടെ 4 ശാഖയായി. 1-ാം നദിക്ക് പീശോ എന്നും, 2-ാം നദിക്ക് ഗീഹോൺ എന്നും, 3-ാം നദി ഹിദ്ദേക്ക് എന്നും, 4-ാം നദിക്ക് ഫറാത്ത് എന്നാകുന്നു. വാസ്തവത്തിൽ തോട്ടത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ അതേത് തോട്ടമെന്ന് പറഞ്ഞാലും മലയാളികൾ മാത്രമല്ല, ഏതൊരു വ്യക്തികൾക്കും അതൊരു വലിയൊരു സാന്ത്വനവും തണുപ്പും ഓജസ്സും പകരുന്ന ഒരു അന്തരീക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ ആ തോട്ടത്തിൻ്റെ ഒരു മുന്തിരിത്തോട്ടത്തിൽ വന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ചൂടുണ്ട്. ഉച്ചയ്ക്കാണ് എത്തിയത്. പക്ഷേ ഈ മുന്തിരിത്തോട്ടത്തിൽ എത്തിയപ്പോൾ മുന്തിരിയുടെ മണവും മുന്തിരിയുടേതായ അന്തരീക്ഷങ്ങളും കൺകുളിർക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഒരു ദൈവഭക്തനെ ദൈവം പാർപ്പിക്കാൻ കൊതിക്കുന്ന തോട്ടത്തിൽ പാർപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഹൃദയത്തിനും മനസ്സിനും ആത്മാവിന് ഒരുപോലെ തണുപ്പ് തരുന്ന അന്തരീക്ഷമാണ് തോട്ടത്തിൻ്റെ അന്തരീക്ഷം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം അങ്ങനെ ഒരു മേഖല തന്നാൽ ഈ ഭൂമിയിൽ വെച്ച് പാർക്കുന്നതിൽ വെച്ച് നമുക്ക് ഏറ്റവും വലിയ അന്തരീക്ഷമാണ് ആ ഒരു മേഖല. നമുക്കിന്ന് പറയേണ്ട ഒരു പദമാണ് കർത്താവെ തോട്ടത്തിൽ കൊണ്ടുപോകുവാൻ, തോട്ടത്തിൻ്റെ അന്തരീക്ഷം അനുഭവിപ്പാൻ, ആശ്വാസവും സാന്ത്വനം തരുന്ന ഒരു അന്തരീക്ഷം തരാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിൽ കർത്താവ് അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം നമുക്കൊരു തോട്ടത്തിൻ്റെ അന്തരീക്ഷം നമ്മളെ വീട്ടിൽ ദൈവം തരും, നമ്മളെ കുടുംബത്തെ ദൈവം തരും, നമ്മുടെ സഭയിൽ ദൈവം തരും. എങ്കിൽ കർത്താവ് തരുന്ന പിതാവാം ദൈവത്തിൻ്റെയും പുത്രൻ യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ കൂട്ടായ്മ ദൈവം നമുക്ക് നൽകട്ടെ. ഏതെങ്കിലും തോട്ടത്തിനകത്ത് ആദാമിനെ ഹൗവയും അങ്ങനെ തോട്ടത്തിലാണ് പാർപ്പിച്ച് ഈ ഭൂമിയിൽ ആദ്യത്തെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചത്. ഇന്നും ദൈവത്തിന് ഇഷ്ടം തോട്ടത്തിൽ പാർപ്പിക്കുക എന്നുള്ളതാകുന്നു. അതുകൊണ്ട് തോട്ടത്തിൽ പാർത്തുകൊണ്ട് ദൈവരാജ്യം പണിയുവാൻ, ദൈവരാജ്യം നിൽപ്പാൻ ദൈവം നമ്മെ പ്രാർത്ഥനയാക്കട്ടെ. ആ ഒരു തണുപ്പ്, ആ ഒരു സാന്ത്വനം, ആശ്വാസം, സമാധാനം ഒക്കെ നമ്മുടെ ജീവിതം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വന്ദനം. താങ്ക് യു ഫോർ വാച്ചിങ്. ദൈവം ഗോഡ് ബ്ലെസ് യു.